ഇന്ത്യ ചൈന അതിർത്തിയിലെ പിരിമുറുക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇരുപക്ഷവും തങ്ങളുടെ ഏറ്റവും ആധുനിക ടാങ്കുകൾ പർവ്വത പ്രദേശങ്ങളിൽ വിന്യസിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ സൈന്യം T-72 അജയ്യ, T-90 ഭീഷ്മ എന്നിവയാണ് അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുന്നത്. ചൈനക്കാർ അവരുടെ സ്വന്തം ടാങ്കുകളായ ടൈപ്പ് 15 അല്ലെങ്കിൽ ZTQ-15 ടാങ്കറുകളാണ് വിന്യസിച്ചിരിക്കുന്നത്. T-90 ഭീഷ്മയും ചൈനീസ് ടൈപ്പ് 15 തമ്മിൽ ഏറ്റുമുട്ടിയാൽ ആര് ജയിക്കുമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി T-90. 46 ടൺ ഭാരമുള്ള മെയിൻ ബാറ്റിൽ ടാങ്കായ ഭീഷ്മയ്ക്ക് 9.6 മീറ്റർ നീളവും 3.7 മീറ്റർ വീതിയും 2.2 മീറ്റർ ഉയരവുമുണ്ട്. ഭീഷ്മയുടെ ഏറ്റവും പ്രധാന സവിശേഷതയായി ചൂണ്ടിക്കാട്ടുന്നത് ഓട്ടോമാറ്റിക് ലോഡർ സംവിധാനമാണ്. ഇത് ടാങ്കിലൊരു മാനുവൽ ലോഡറിന്റെ ആവശ്യകത ഇല്ലാതാക്കുകയും ക്രൂവിന്റെ എണ്ണം 3 കുറയ്ക്കുകയും ചെയ്യുന്നു. ഈ ക്രൂവിൽ കമാൻഡറും ഗണ്ണറും ഡ്രൈവറും ഉൾപ്പെടുന്നു. 125 mm മിനുസമാർന്ന തോക്കിനെ ഒരു ആട്ടോ ലോഡർ ഉപയോഗിച്ച് ഭീഷ്മയുടെ പ്രവർത്തനം വളരെയധികം സുഗമമാക്കുന്നു. T-90യുടെ മറ്റൊരു പ്രധാന പ്രത്യേകത ഇൻവാർ ടാങ്ക് ആന്റി ടാങ്ക് മിസൈലിനെ അതിന്റെ ബാരലിൽ നിന്ന് വെടിവെക്കാനുള്ള കഴിവാണ്. ടററ്റിൽ ഘടിപ്പിച്ചിരിക്കുന്ന 12.7 mm മെഷീൻ ഗൺ സ്വമേധയാ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ടററ്റിനുള്ളിൽ നിന്ന് കമാൻഡറിന് ഇത് വിദൂരമായി നിയന്ത്രിക്കാനാവുമെന്നതാണ് T-90യുടെ മറ്റൊരു പ്രത്യേകത. ഇന്ത്യയുടെ T-90 ഭീഷ്മയിൽ തദ്ദേശീയമായി നിർമ്മിച്ച കാഞ്ചൻ സെറാമിക് കവചം ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇത് സ്ഫോടനാത്മക റിയാക്റ്റീവ് ആർമറിന്റെ ഒരു പാളിയാണ്. T-80ന്റെ ഗ്യാസ് ടർബൈനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അറ്റകുറ്റപ്പണികൾ എളുപ്പമാക്കുകയും ഇന്ധന ഉപഭോഗം കുറയ്ക്കുകയും ചെയ്യുന്ന ഡീസൽ എഞ്ചിനാണ് ഭീഷ്മയെ കരുത്തുറ്റതാക്കുന്നത്. മികച്ച കവചിത സംരക്ഷണമുള്ള ഇന്ത്യയിലെ പ്രധാന യുദ്ധ ടാങ്കാണ് ഭീഷ്മ. ജൈവരാസായുധങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് T-90യെ കൂടുതൽ മികവുറ്റതാക്കുന്നു. 60 സെക്കൻഡിനുള്ളിൽ 8 ഷെല്ലുകൾ വരെ പ്രയോഗിക്കാനുള്ള കഴിവ് ഭീഷ്മയെ യുദ്ധത്തിലെ മഹാമയനാക്കി മാറ്റുന്നു. 6 കിലോമീറ്റർ ദൂരപരിധിയിൽ മിസൈൽ വിക്ഷേപിക്കാനുള്ള കഴിവും ഒരു പ്രധാന സവിശേഷതയായി കണക്കാക്കുന്നു. രാവും പകലും വ്യത്യാസമില്ലാതെ ശത്രുവിനെ ഭസ്മമാക്കാൻ T-90 ഭീഷ്മയ്ക്ക് സാധിക്കും. 1000 HP ഡീസൽ എഞ്ചിൻ ഭീഷ്മയുടെ കരുത്ത് ഇരട്ടിയാക്കുന്നു. മണിക്കൂറിൽ 72 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ T-90ക്ക് സാധിക്കും. അടുത്തതായി ടൈപ്പ് 15. ചൈനയുടെ 3ാം തലമുറ ടാങ്കായ ടൈപ്പ് 15 പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ ഗ്രൗണ്ട് ഫോഴ്സിൽ 2018 മുതലാണ് സേവനം ആരംഭിച്ചത്. 2019 ഇന്ത്യ ചൈന അതിർത്തി തർക്കം ഉടലെടുത്തപ്പോൾ നിയന്ത്രണ രേഖയ്ക്ക് സമീപം ചൈന വിന്യസിച്ചത് അവരുടെ വിശ്വസ്തനായ ടൈപ്പ് 15 ടാങ്കുകളാണ്. 33 ടൺ ഭാരമുള്ള ടൈപ്പ് 15 ടാങ്കിന് 9.2 മീറ്റർ നീളവും 3.3 മീറ്റർ വീതിയും 2.5 മീറ്റർ ഉയരവുമുണ്ട്. ടൈപ്പ് 15നെ പ്രവർത്തനക്ഷമമാക്കുന്നത് 3 പേരടങ്ങിയ ക്രൂ ആണ്. നൂതന സംയോജിത കവചം അല്ലെങ്കിൽ സ്ഫോടനാത്മക റിയാക്റ്റീവ് കവച പാക്കേജുള്ള സ്റ്റാൻഡേർഡ്സിൽ കവച സംരക്ഷണം ഇതിനെ വേറിട്ട് നിർത്തുന്നു. 105 mm ആട്ടോ ലോഡർ തോക്കാണ് ഇതിലെ പ്രധാന ആയുധം. 12.7 mm കോയാക്സിയൽ മെഷീൻ ഗണ്ണും QLZ-04 ഗ്രനേഡ് ലോഞ്ചർ എന്നിവ ഇതിന്റെ മറ്റു ആയുധങ്ങളിൽ ഉൾപ്പെടുന്നു. 1000 HP പ്രവർത്തിക്കുന്ന ഓട്ടോമാറ്റിക് ഡീസൽ എഞ്ചിനാണ് ടൈപ്പ് 15 മണിക്കൂറിൽ 70 കിലോമീറ്റർ വേഗതയിൽ ഇവയ്ക്ക് സഞ്ചരിക്കാൻ സാധിക്കും. ശക്തമായ എഞ്ചിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഭാരം കുറഞ്ഞ ടാങ്കായ ടൈപ്പ് 15 ബുദ്ധിമുട്ടുള്ള പീഠഭൂമി പ്രദേശങ്ങളിൽ സുഗമമായി പ്രവർത്തിക്കുവാൻ കഴിയും. കൂടാതെ നൂതന അഗ്നി നിയന്ത്രണ സംവിധാനങ്ങളും 105 mm കാലിബർ കവചം തുളയ്ക്കുന്ന പ്രധാന തോക്കും ഉപയോഗിച്ച് ഇവ ഏത് തടസ്സത്തെയും മറികടക്കും. ഭാരക്കുറവ് എന്ന മേന്മ എടുത്തു മാറ്റിയാൽ T-90 അപേക്ഷിച്ച് വളരെ കുറച്ച് ആയുധങ്ങളും കവചങ്ങളും മാത്രമേ ടൈപ്പ് 15 ഉൾക്കൊള്ളുന്നുള്ളൂ. ഇന്ത്യൻ സൈന്യത്തിന്റെ റഷ്യൻ നിർമ്മിത T-72, T-90, തദ്ദേശീയ അർജുൻ ടാങ്കുകൾ എന്നിവയേക്കാൾ ഫയർ പവർ കുറവാണ് ടൈപ്പ് 15. 35 ടണ്ണിൽ താഴെ മാത്രം ഭാരമുള്ള ടൈപ്പ് 15 ഭാരമേറിയ ഇന്ത്യൻ ടാങ്കുകളേക്കാൾ ഉയർന്ന ഉയരത്തിൽ പോരാടുന്നതിന് കൂടുതൽ അനുയോജ്യമാണ്. ടൈപ്പ് 15 ആണോ T-90 ആണോ മികച്ചതെന്ന് കമന്റ് ബോക്സിൽ നിങ്ങൾ തന്നെ രേഖപ്പെടുത്തൂ.